ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഉടുമ്പൻചോല മേലെ ചെമ്മണ്ണാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ എൽദോസ് വെട്ടിക്കുഴി തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് ഉടുമ്പൻചോല മേലെ ചെമ്മണ്ണാറിലുള്ള വെട്ടിക്കുഴിയിൽ എൽദോസിന്റെ കൃഷിയിടത്തിലാണ്. മികച്ച ഏലം കർഷകനായ എൽദോസ് തന്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. എൽദോസ്, നമസ്കാരം. നമസ്കാരം. എൽദോസ്, എത്ര നാളായിട്ട് ഈ കാർഷിക രംഗത്ത് ഉണ്ട്? ഞാനൊരു 10-25 വർഷത്തോളമായിട്ട് കൃഷി രീതിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. എനിക്കിവിടെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഏലം, കാപ്പി, വാഴ, കുരുമുളക് തുടങ്ങിയ കൃഷികളൊക്കെയാണ് ചെയ്യുന്നത്. ഏതിനം ഏലമാണ് കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് ഞെർലാണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്ക് നാടൻ ഏലത്തിലൂടെ നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഞെർലാണി വ്യാപകമായിട്ട് വന്നതുകൊണ്ട് ഞെർലാണി കൃഷിയിലാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. ഞെർലാണി കൃഷിയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഞെർലാണി ഏലത്തിന്റെ കൃഷി രീതികൾ എന്തൊക്കെയാണ്? കൃഷി രീതികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമേ തന്നെ പുതുമഴ പെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏലത്തട്ടകൾ ഏകദേശം ഒരു മെയ് മാസം ജൂൺ മാസത്തോടു കൂടി ഏലത്തട്ടകൾ നമ്മളിടും. ഞെർലാണി ഏലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 വർഷം, ഏകദേശം ഒരു 18 മാസം കൊണ്ട് തന്നെ നമുക്ക് ആദായം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സങ്കര ഇനം കൃഷിയാണല്ലോ ഞെർലാണി. ഏലമാണല്ലോ ഞെർലാണി. ആ ഞെർലാണി അതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ജൂൺ മാസത്തോടു കൂടി നമ്മൾ തട്ട വയ്ക്കും. ജൂൺ ജൂലൈ മാസത്തോടു കൂടി നമ്മൾ പൊടിവളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേനും കിളച്ച് കൊടുത്ത് ഒരു ഡിസംബർ മാസം ആകുമ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം വളങ്ങളെല്ലാം ഇട്ട് പുതച്ച് എല്ലാം ഇട്ട് കൊടുത്ത് ഒരു ഏപ്രിൽ മെയ് മാസത്തോടു കൂടി, ഏപ്രിൽ മെയ് മാസത്തിൽ സാധാരണ നമ്മൾ ഒരു ചെറുതായിട്ട് നനച്ച് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ഏലത്തിൽ മുഴുവനായിട്ട് നമ്മൾ സ്പ്രിങ്ക്ലർ ചെയ്തേക്കാണ്. ആ സ്പ്രിങ്ക്ലറിലൂടെ നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ നനച്ച് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ അവലംബിച്ച് വരുന്നത്. അതുകൂടാതെ കുരുമുളക് കൃഷിക്ക് നമുക്കറിയാമല്ലോ. കുരുമുളക് കൃഷി സാധാരണ ആദ്യത്തെ പുതുമഴയ്ക്ക് തന്നെ നമ്മൾ മുരിങ്ങാല് അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ചൗക്കയാണ് വയ്ക്കുന്നത്. ചൗക്ക എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ തൈ വെച്ചിട്ട് അതിനകത്തോടെ അതാണെങ്കിൽ നമുക്ക് ഏലവും കൂടി ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ട് അത് ചെയ്തിട്ട് ഏലകൃഷിയുടെ ഇടയ്ക്ക് തന്നെയാണ് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുന്നത്. അതുകൂടാതെ ഈ അതിലൂടെയും അതുകൂടാതെ തന്നതായിട്ട് തന്നെയാണ് കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വാഴകൃഷി, എല്ലാവിധമായ വാഴകൃഷി, ഞാലിപ്പൂവന്, ഏത്തവാഴ, റോബസ്റ്റ വാഴ, അങ്ങനെയുള്ള എല്ലാ കൃഷികളും നമ്മൾ ഇടവിളയായിട്ട് ഇതിനകത്തോട് ചെയ്തു വരുന്നുണ്ട്. കൂടാതെ ചേമ്പ്, ചേന, കാച്ചിൽ, ഇഞ്ചി കൃഷി എല്ലാം നമ്മൾ അത്യാവശ്യം കൃഷികളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏലം എത്ര നാൾ കൊണ്ടാണ് വിളവെടുപ്പിലേക്ക് എത്തുന്നത്? ഏലം നമ്മളൊരു 18 മാസം കൊണ്ട് നമുക്കൊരു ആദ്യത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പണി കാണാൻ ഒരു 18 മാസത്തിൽ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. പിന്നെ വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യമായിട്ട്, ആദ്യത്തെ വർഷം അങ്ങനെയൊക്കെ പോകും. 2-3 വർഷം ആയി കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് വിളവെടുപ്പ് ചെയ്യാവുന്നതാണ്. ഏലത്തിന്റെ വളപ്രയോഗം എങ്ങനെയാണ്? വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവവളം ചെയ്യുന്നുണ്ട്. നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് നമുക്ക് നേരത്തെ പശു കന്നുകാലി ഫാം പോലെ ഞാനൊരു 3-4 പശു ഫാം എന്ന് പറഞ്ഞാൽ 4-5 പശുക്കളോളം വളർത്തി നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അപ്പോൾ അന്ന് നമ്മൾ അവലംബിച്ച് വരുന്നതാണ് കമ്പോസ്റ്റ്. മണ്ണരിയൊക്കെ ഇട്ട് നമ്മളൊരു കമ്പോസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കി അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ജൈവ വേസ്റ്റുകളെല്ലാം അതിനകത്ത് ഇട്ടിട്ട് കന്നുകാലി കൃഷി ഇല്ലാത്തതുകൊണ്ട് ജൈവ വേസ്റ്റുകളെല്ലാം ഇട്ട് കിച്ചൺ വേസ്റ്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ടിട്ട് അത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ രാസവളങ്ങൾ നമ്മൾ വാക്ടംപോസ്, അതുപോലെ തന്നെ 10-26, അതുപോലെ തന്നെ നമ്മൾ പൊട്ടാഷ് മുതലായ വളങ്ങളാണ് ജൈവവളങ്ങളായിട്ട് രാസവളങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നത്. കൂടാതെ നമ്മൾ മരുന്നുകളും രാസമരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ KCPMC പോലെയുള്ള മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അവരുടെ നിർദ്ദേശപ്രകാരം കിട്ടുന്ന മരുന്നുകളാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഏലം കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ്? അത് സാധാരണ തണ്ടുതുരപ്പൻ, തട്ടമറിയൽ, അതുപോലെ തന്നെ വേരുപുഴു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേനും വേരുപുഴു അങ്ങോട്ട് കയറി അങ്ങ് മൂടിയതിന് ശേഷം നമ്മൾ വളരെയധികം ഏലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് വേരുപുഴു. അതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഈ പറയുന്ന പോലെ നമ്മൾ മരുന്നുകൾ കലക്കി ഒഴിച്ചെല്ലാം ഏകദേശം ഒരു വേരുപുഴുവിന് നമ്മൾ ഡിസംബർ മാസം ലാസ്റ്റും അതുപോലെ തന്നെ മെയ് മാസം ലാസ്റ്റോടു കൂടിയാണ് അങ്ങനെ 2 പ്രാവശ്യമായിട്ട് വേരുപുഴുവിന് നമ്മൾ മരുന്ന് ചെയ്യുന്നു. കൂടാതെ മരുന്നടിക്കുന്നത് 28 ദിവസം കൂടുമ്പോൾ മാസത്തിൽ 1 എന്നുള്ള രീതിയിലാണ് മരുന്നടിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് നന ആവശ്യമുണ്ടോ?
വേനൽക്കാലത്ത് നനയെ ആവശ്യമുണ്ട്. എൻ്റെ പറമ്പ് കണ്ടല്ലോ, എൻ്റെ പറമ്പ് ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പടിഞ്ഞാറോട്ട് ചാഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നനച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരും ഈ ഒരു ഡിസംബർ മാസത്തിലൊക്കെ നന തുടങ്ങും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനൊരു ഏപ്രിൽ മെയ് മാസത്തിൽ, ആ 2 മാസത്തിൽ മാക്സിമം നമ്മൾ നനയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്പൈസസ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളുടെ സഹായം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? സ്പൈസസ് ബോർഡ് പോലുള്ള സാധനങ്ങളുടെ ഇപ്പം CR ഉള്ളവർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളതിൻ്റെ CR ഞാൻ ഇടയ്ക്ക് എൻ്റെ സ്ഥലമല്ലൊക്കെ ഒന്ന് എഴുതി മാറിയുകൊണ്ട് CR നമുക്കത് പിന്നീട് അത് പുതുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും കിട്ടിയില്ല. ആദ്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയുള്ള സ്പൈസ് ബോർഡ്, ഇപ്പോൾ ഉടുമ്പൻചോല മയിലാടംപാറയാണ് നമ്മുടെ സ്പൈസ് ബോർഡുള്ളത്. അവിടെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. പല പ്രാവശ്യവും നമ്മളവിടെ ചെല്ലുമ്പോൾ ഓഫീസൊന്നും കാണാറില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു 2-3 വർഷം, 3-4 വർഷമായിട്ട് അതിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടാറില്ല. ഇപ്പോൾ ഏലത്തിന് ശരാശരി 2500 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ഇത് ലാഭകരമാണോ? ഏലകൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 1500 രൂപ മുതൽ 2000 വരെ കിട്ടുന്നത് അത്യാവശ്യം ലാഭകരമാണ്. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഒരു 1500 രൂപ 2000 രൂപ വില കിട്ടിയാൽ, ആവറേജ് വില കിട്ടിയാൽ നമുക്ക് നമ്മുടെ കൃഷി രീതികളെല്ലാം, കൃഷിപ്പണിക്കുള്ള എന്നാ ചെയ്യുന്നത്, അതിനുള്ള പൈസകളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നമുക്ക് കിടന്നു പോകാം. 2000 മുകളിലൊക്കെ കിട്ടിയാൽ നമുക്ക് നല്ല, ഏലകൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ഒരു വിലയാണ്. ഇപ്പോൾ നിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ 2000-2500 രൂപയുണ്ട്. അതൊക്കെ ഒരു ഏലകൃഷിക്കാരനെ സംബന്ധിച്ചിട്ട് കിട്ടാവുന്നതിൻ്റെ ഒരു നല്ലൊരു വില തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുരുമുളക് കൃഷിയുടെ ഒരു കുറഞ്ഞു വരികയാണ് ഹൈ റേഞ്ചിൽ. ഇപ്പം നിങ്ങളുടെ നാട്ടിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? കുരുമുളക് കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയാണെന്ന് തോന്നുന്നു. കുരുമുളക് കൃഷി കൊടിത്തലകളെല്ലാം നടന്ന സമയത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടുവന്ന് നിട്ടാലും കൊടിത്തല വളർന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒരു കൊടിത്തല നമുക്ക് പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. കൊടിത്തല കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയാണെന്ന് തോന്നുന്നു. പിടിച്ച് കിട്ടിയാൽ പോലും നമ്മൾ 1-2 പ്രാവശ്യം ഈ വിളവെടുപ്പ് കഴിയുന്നതോടുകൂടി അതിൻ്റെ കൊപ്പിറങ്ങിപ്പോയി കൃഷി നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഏലം കൊടി നമ്മൾ കൃഷിനാശം, വംശനാശം സംഭവിക്കുന്ന ഒരവസ്ഥ. കാരണം നമുക്കറിയാം, മേലച്ചമ്മാർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു 80-90 കാലഘട്ടത്തിൽ കുരുമുളക് കൃഷിയാണ് വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുരുമുളക് കൃഷിയിൽ നിന്ന് മാറി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്, ഒരിക്കലും അത് അത് പരിപാലിച്ച് കൊണ്ടുവരാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതൊന്ന് ചുവട് പിടിച്ച് കിട്ടാൻ പാടാണ്. ഇനി കിട്ടിയാലും 1-2 വർഷം, 1-2 ആദായം കഴിയുമ്പോൾ അത് കൊപ്പിറക്കി പോയി മൊത്തത്തിൽ അതങ്ങ് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ കുരുമുളക് കൃഷിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇടവിളയായി കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. ഏതിനും കാപ്പിയാണ് കൃഷി ചെയ്യുന്നത്? നമ്മളിപ്പോൾ ചെയ്യുന്നത് റോബസ്റ്റയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. കൂടാതെ അറബിക് കാപ്പിയും നമുക്കുണ്ട്. ആ 2 വിളകളാണ്. നേരത്തെ നമ്മൾ ഈ ഏലകൃഷി വ്യാപകമായിട്ട്, എനിക്ക് ആദ്യമേ ഈ പറമ്പിൽ മൊത്തം കാപ്പിയായിരുന്നു. ഒരു ഏലകൃഷി വന്നതോടുകൂടി ആ കാപ്പി മുഴുവൻ വെട്ടിയതിന് ശേഷം നമ്മൾ ഏലം കുരുമുളകിലേക്ക് അങ്ങ് തിരിഞ്ഞു. എങ്കിൽ പോലും അതിലേക്ക് ഓരോ കാപ്പിത്തൈ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് ഇടവിളയായിട്ട് ഒരു കുറച്ച് ഭാഗം, നമുക്ക് ഇച്ചിരി ഒരു പാറ പോലെ ഒരു കുറച്ച് ഭാഗമുണ്ട്. അവിടെയെല്ലാം നമ്മൾ കാപ്പി വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 10-800 മൂടോളം കാപ്പി ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാപ്പി കൃഷിയുടെ പരിചരണം എങ്ങനെയാണ്? കാപ്പി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മൾ അതിൻ്റെ ചോടുകളെല്ലാം ചെത്തി വൃത്തിയാക്കി വർഷകാലത്ത് 1-2 വളം ഇട്ട് കൊടുക്കും. പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു മാസത്തിൽ കൂടി നമുക്ക് ഇതിൻ്റെ കാപ്പിയുടെ വിളവെടുപ്പുണ്ട്. അതിനുശേഷം അന്നേരം വരുന്ന അതിൻ്റെ കുറേ കൊപ്പൊടിക്കുക, അതിൻ്റെ തളുപ്പ് എല്ലാം ഒടിച്ച് ക്ലിയറാക്കി ഇടുക. പിന്നെ വർഷത്തിൽ ഒന്നൊന്ന് ചെത്തി കൊടുക്കും, വല്ലപ്പോഴും ഇച്ചിരി പൊടിവെള്ളം ഇടുക. അതേ ഉള്ളൂ കാപ്പി കൃഷിക്ക് സാധാരണ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മുൻപ് കന്നുകാലി വളർത്തൽ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അത് നിർത്താനുണ്ടായ കാരണം? കന്നുകാലി വളർത്തൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു മനുഷ്യൻ ഒരു കന്നുകാലി വളർത്തുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പണ്ടത്തെ പോലെയല്ല, നമുക്ക് അതിനുള്ള ആദായങ്ങൾ വളരെയധികം കുറഞ്ഞു വരുന്നു. പിന്നെ പുൽകൃഷിയാണെങ്കിലും നമുക്ക് കൊടുത്താൽ, പിന്നെ ചെറിയ തോതിലായപ്പോഴും അകിട് വീക്കം പോലൊരു അസുഖം ഒരു പശുവിന് വന്നാൽ അത് മറ്റു പശുക്കളിലേക്ക് വ്യാപിക്കുകയും അത് പാലിനെ ബാധിക്കുകയും നമ്മുടെ പാല് ക്രമാതീതമായിട്ട് കുറയുകയും നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു പൈസ നമുക്കത് കിട്ടുന്നില്ല. കാരണം നമുക്കിതിനെ ഒരു സമയം പോലും നമുക്കൊരു കന്നുകാലി ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം ഇതിന് തീറ്റ കൊടുക്കണം, കുളിപ്പിക്കണം, ചാണകം വാരണം, അങ്ങനെയുള്ള ഒരുപാട് പണികളുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു ആദായകരമായിട്ട് വരുന്നില്ല. അത് മാത്രമല്ല, പാലിന് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചുള്ള വില കിട്ടുന്നില്ല. അത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പശുകൃഷി നിർത്താനായിട്ട് ഇടയായിത്തീർന്നത്. ഇതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലും താങ്കൾക്ക് പാട്ടത്തിന് കൃഷിഭൂമി എടുത്ത് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? കാസർഗോഡ് ഭാഗത്ത് ഞാൻ പോയി ഇവിടുത്തെ നമ്മുടെ ഈ ഏലത്തിൻ്റെ കൃഷിയിലെ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്ഥലം ഇത്തരത്തിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട്, പടിഞ്ഞാട്ട് ചാടുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് മറ്റുള്ള പ്രദേശങ്ങളിൽ കിട്ടുന്ന പോലെ ആദായം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ആദ്യം കാസർഗോഡ് പോയി ഞാനിവിടെ തെങ്ങും കവുങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എടുത്തത്. കാസർഗോഡ് പെരിയ പാക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 800ഓളം തെങ്ങുകളും ഒരു 600ഓളം കവുങ്ങുകളും നമ്മളെടുത്ത് അവിടെ ചെയ്യുന്നുണ്ട്. അത് പാട്ടത്തിനടുത്താണ് ചെയ്യുന്നത്. അവിടെ വലിയ കുഴപ്പമില്ലാതെ നമ്മളത് കൃഷി ചെയ്തു വരുന്നു. അതിന് നല്ല ആദായങ്ങളെല്ലാം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു വർഷമായിട്ട് നമ്മളവിടെ കൃഷി ചെയ്തു വരുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഈ തെങ്ങ് കൃഷിയുടെ പരിചരണം?
അവിടെ തെങ്ങ് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർഷത്തിലൊന്ന് അതിന് പുല്ലൊന്ന് വെട്ടി കൊടുക്കും. ഇപ്പോൾ നമ്മൾ അതിന് പുല്ല് കള വെട്ടിയതിന് ശേഷം പുല്ല് വെട്ടിയതിന് ശേഷം കുറച്ച് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ഡിസംബർ മാസത്തോടു കൂടി നമ്മളതിൻ്റെ നനവ് തുടങ്ങും. ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ആഴ്ചയിൽ ഒരു നന വരത്തക്ക രീതിയിലാണ് നമ്മൾ നനയ്ക്കുന്നത്. അവിടെ ഈ നമ്മൾ എടുത്തേക്കുന്ന സ്ഥലത്തെല്ലാം കിണറുകളുണ്ട്. കിണറിൽ നമ്മൾ ടാങ്കിൽ വെള്ളം കയറ്റി അവിടെ ഈ പറഞ്ഞ പോലെ ടാപ്പ് കണക്ഷൻ വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നന കിട്ടത്തക്ക രീതിയിൽ ആണ് നനയ്ക്കുന്നത്. അതുപോലെ തന്നെ കവുങ്ങിനും അതുപോലെ തന്നെ നനയ്ക്കുന്നു. പിന്നെ വളങ്ങൾ 1-2 പ്രാവശ്യം നമ്മൾ വളം ഇട്ട് കൊടുക്കും. പൊട്ടാഷ്, യൂറിയ അങ്ങനെയുള്ള വളങ്ങളാണ് നമ്മളവിടെ ഇട്ട് കൊടുക്കുന്നത്. ഈ തെങ്ങിന് ഇടവിളയായി മറ്റെന്തെങ്കിലും വിളകൾ ചെയ്തിട്ടുണ്ടോ? തെങ്ങിന് ഇടവിളയായിട്ട് നമുക്കത് മറ്റു വിളകൾ ചെയ്യാൻ വേണമെങ്കിൽ ഇഞ്ചി, അതുപോലെ തന്നെ മത്തൻ, ചേമ്പ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ അവിടെ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും അവിടെ ഇല്ല, വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. വല്ലപ്പോഴും പോയി കാണുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളതങ്ങനെ ഇതുവരെ ചെയ്തില്ല. ചെയ്യാനുള്ള ഒരു ഐഡിയ, ഇഞ്ചി കൃഷി ചെയ്താൽ കൊള്ളാവുന്നൊരു ഐഡിയ ഉണ്ട്. തെങ്ങ് കൃഷിയിൽ ഇതിൻ്റെ ഒരു ആവശ്യം, അതായത് കരിക്ക് ആവശ്യത്തിനാണോ അതോ തേങ്ങയായിട്ടാണോ വിൽപ്പന നടത്തുന്നത്? കരിക്ക് ആവശ്യത്തിന് അവിടെ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട്. പക്ഷെ നമുക്ക് കരിക്ക് ഇടുന്നതിന് നമുക്ക് ഭയങ്കര ചിലവാണ്, അമിതമായ ചിലവ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കരിക്ക് ഇടാൻ അവിടെ ഒരാളെ കിട്ടി ഒരു കരിക്ക് നമുക്ക് താഴെ ഇറക്കി തന്നെ ഏകദേശം ഒരു 7 രൂപയോളം അവർക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നു. 7 രൂപ 10 വരെ മേടിക്കുന്നുണ്ട് ഒരു കരിക്ക് ഇറക്കുന്നതിന്. ഒരു കൊലയല്ല, ഒരു കരിക്ക്. അപ്പോൾ ഒരു കൊലക്കകത്ത് 20 കരിക്കുണ്ടെങ്കിൽ 20×7, അപ്പോൾ ഒരു 140 രൂപയോളം ഒരു കൊല കരിക്കിടുന്നതിന് നമുക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് നഷ്ടമായിട്ട് വന്നു. അതിനേക്കാൾ നമുക്ക് നല്ല ഇപ്പോൾ തേങ്ങയ്ക്ക് അത്യാവശ്യം വിലയുള്ളതുകൊണ്ട് 1-2 പ്രാവശ്യം ഞാനിങ്ങനെ കരിക്കെല്ലാം കൊടുത്തായിരുന്നു. പക്ഷേ അതെനിക്ക് ടോട്ടൽ നമ്മളത് കണക്കൂട്ടി നോക്കുമ്പോൾ നഷ്ടമാണ്. ഇപ്പോൾ നമ്മളത് തേങ്ങ തന്നെയായിട്ടാണ് കൊടുക്കുന്നത്. തേങ്ങയാണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ നമുക്ക് കൃഷി എടുക്കാം. അതാണെങ്കിൽ നമുക്ക് ഒരു തെങ്ങ് കയറുന്നതിന് കൂലിയെല്ലാം പഠിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നത് തേങ്ങയാണെന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ലാഭകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു കിലോ തേങ്ങയ്ക്ക് എത്ര രൂപ നമുക്ക് ലഭിക്കും, കർഷകന് ലഭിക്കും? അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ചെലവ് എത്ര വരും? ഇപ്പോൾ ഏകദേശം ഒരു കിലോ തേങ്ങയ്ക്ക് അവിടെ ഒരു 70 രൂപ 71 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു തേങ്ങയ്ക്ക് ചിലവെന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ഇടുമ്പോൾ നമുക്കൊരു 10-30 രൂപയോളം നമുക്കതിൻ്റെ ഒരു ചിലവ് വരും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10-40 രൂപ അടുത്ത് നമുക്ക് അതിനകത്ത് നമുക്കൊരു 1 കിലോ തേങ്ങയും നമുക്ക് ലാഭം കിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ശരാശരി ഉൽപ്പാദനം നടത്തുന്ന ഒരു തെങ്ങിൽ നിന്ന് എത്ര കിലോ തേങ്ങ ലഭിക്കും? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു ഒരു 3 മാസം കൂടുന്ന സമയത്ത് നമുക്ക് ഒരു കൊല തേങ്ങ വെച്ചിടാനായിട്ട് സാധിക്കും. ഒരു കൊല തേങ്ങയിൽ ഒരു ആവറേജ് 20-25 തേങ്ങ വരെ കാണാൻ ഉണ്ടാകാറുണ്ട്. അത് ഏകദേശം ഒരു 450 മുതൽ 500 അര കിലോ വരെയുള്ള തേങ്ങകൾ വരും. അപ്പോൾ ഏകദേശം ഒരു 10-12 കിലോ തേങ്ങ ഒരു തെങ്ങിൽ നിന്ന് കിട്ടത്തക്ക രീതിയിൽ അങ്ങനെയാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടി വരുന്നത്. ഇതോടൊപ്പം തന്നെ കമുക് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കമുകിന്റെ പരിചരണം എങ്ങനെയാണ്? കമുങ്ങും ഈ പറഞ്ഞ പോലെ നമുക്ക് കമുങ്ങ് ഈ പ്രാവശ്യം വളരെ നഷ്ടമായി പോയി. കാരണം ഈ പ്രാവശ്യം മഴ കൂടുതലായി പോയതുകൊണ്ട് കമുങ്ങ് ഒരുപാട് നമുക്ക് ഈ പനിച്ചു പോയി. നമുക്ക് പാക്കായിരുന്ന സമയത്ത് ഒരുപാട് പനിച്ചു പോയി. അതുകൊണ്ട് ഇപ്പം സാധാരണ അവിടെ ഈ കാസർഗോഡ് ഭാഗത്ത് പാക്ക് എടുക്കുന്ന പരിപാടിയില്ല. അവിടെ പഴുക്കയായിട്ടതിന് ശേഷം അടയ്ക്കയായതിനു ശേഷമാണ് അവിടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാക്കായിരുന്ന സമയത്ത് 2-3 പ്രാവശ്യം മരുന്നടിച്ച് കൊടുക്കണമായിരുന്നു. ഭയങ്കര മഴയായതുകൊണ്ട് ആ സമയത്ത് നമുക്ക് മരുന്നടിച്ച് കൊടുക്കാൻ പറ്റിയില്ല. ആ മരുന്നടിച്ച് കൊടുക്കേണ്ട സമയത്ത് മരുന്നടിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ നമുക്കത് പനിച്ചു പോയി. പിന്നെ ഇതിന് കാലാവസ്ഥ മാറി അതിൻ്റെ ഈ മരുന്നടിച്ച് കൊടുക്കേണ്ട ആ പാക്കിൻ്റെ ഒരു അവസ്ഥ, അടയ്ക്കേണ്ട ഒരു അവസ്ഥ മാറിയുകൊണ്ട് മരുന്നടിച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ആദായം വളരെ കുറവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാക്കിൻ്റെ കൃഷി ഇവിടെ വന്ന് ചെയ്തത്. അപ്പോൾ ഈ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു ഇവിടെയുള്ള ആളുകളെല്ലാം പറയുന്നു. അതിൻ്റെ കാരണം നമ്മൾ ആ സമയത്ത് മരുന്നടിച്ച് കൊടുക്കാത്തതുകൊണ്ടാണെന്നാണ് വിശ്വസിച്ച് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം മുതൽ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നു. ഈ പാക്കിനും അതുപോലെ തന്നെ തേങ്ങയ്ക്കും ഒക്കെ അവിടെ വിപണിയുണ്ടോ? അവിടെ വിപണിയുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിടെ തൊട്ട് ചേർന്ന് നമ്മുടെ ഈ സ്ഥലത്തോട് നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് തന്നെ അവിടെ ഒരു തേങ്ങ എടുക്കുന്ന ഒരു കടയുണ്ട്. ആ ചേട്ടൻ വന്ന് വേണമെങ്കിൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ എങ്ങനെ വേണമെങ്കിലും ഏത് രീതി വേണമെങ്കിലും മൊത്തത്തിൽ വേണമെങ്കിലും എടുക്കും. തെങ്ങിന് ഉടമ്പടി പറഞ്ഞ് വേണമെങ്കിലും എടുക്കും. പൊതിച്ചു കൊടുത്താൽ അങ്ങനെ എടുക്കും. അല്ല പൊതിക്കാതെ തോട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ അങ്ങനെ ഏത് രീതി വേണമെങ്കിലും എടുക്കുന്ന ഒരു വിപണി അവിടെയുണ്ട്. പാക്കിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ പെരിയ എന്ന് പറഞ്ഞ സ്ഥലം വരെ ഇപ്പം എത്തണം എന്നുള്ളൊരു അവസ്ഥയേ ഉള്ളൂ. പെരിയയിലൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ എടുക്കുന്ന കടകളുണ്ട്. അവിടെ എടുത്തോളൂ, അല്ല ന്യായമായ വിലയ്ക്ക് അവർ എടുക്കുന്നുണ്ട് ഇപ്പോൾ. ഈ കർഷകരുടെ ഒരു കുടിയേറ്റ കാലം കൂടിയാണ് ആണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കർഷകർ അവിടെ ഇങ്ങനെ സ്ഥലമെടുത്ത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ടോ? അവിടെ ഈ കൂടുതലും കർണാടക ഭാഗത്തേക്കാണ് കൂടുതൽ ആളുകൾ കയറുന്നത്. ഞാൻ ഈ കർണാടകയുടെ ബൗണ്ടറി എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനും കുറച്ച് നാൾ കർണാടകയിലൊക്കെ പോയി നോക്കിയിരുന്നു. പക്ഷേ കൂടുതലായിട്ട് ആളുകൾ കാസർഗോഡും ഉണ്ട് എന്നാൽ പോലും കർണാടക ഭാഗത്താണ് അങ്ങനെ കൂടുതൽ ആളുകൾ പോയി ചെയ്യുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ കൃഷിയിൽ നമുക്ക് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടെങ്കിൽ പോലും
ആണെങ്കിലും റബ്ബറിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം പൈസകൾ കിട്ടും. അതുപോലെ മാത്രമല്ല അവിടെ വളങ്ങളൊക്കെ ആണെങ്കിലും സബ്സിഡി നിരക്കിൽ കിട്ടും. ജീവിത സാഹചര്യം നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് കർണാടകയിൽ കുറച്ചുകൂടി മെച്ചമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അവിടെ ചെന്നാൽ, ഇപ്പോൾ നമുക്കൊരു കർണാടകയിൽ ഇപ്പോൾ സുള്ളിയ എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മംഗലാപുരത്തൊക്കെ ചെന്നാൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾ മലയാളി ആളുകളാണ് ഉള്ളത്. ആ മലയാളി ആളുകൾ കൂടുതൽ അവിടെ വന്ന് കൃഷിയെ ആശ്രയിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് കാരണം അവിടെ വന്ന് നമുക്ക് കൃഷി ചെയ്തതിനുള്ള മെച്ചം അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ കർണാടകയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാസർഗോഡും ചെയ്യുന്നുണ്ട്, കുറവാണ്. കർണാടക ഭാഗത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ, എൻ്റെ ഭാര്യ, 2 മക്കളാണ്. ഭാര്യ ഹൗസ് വൈഫായിട്ടിരിക്കുന്നു. മക്കൾ, മൂത്തയാൾ +2 പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടുകാരൊക്കെ കാർഷിക വൃത്തിയിൽ സഹായിക്കാറുണ്ടോ? വീട്ടുകാരെല്ലാവരും, ഭാര്യയാണെങ്കിൽ അവിടെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വീട്ടിൽ അത്യാവശ്യം കൃഷിക്കൊക്കെ സഹായിക്കുന്നത്, അവിടെയുള്ള പണികളൊക്കെ ചെയ്യാനൊക്കെ സഹായിക്കുന്ന പുള്ളിക്കാരിയാണ്. അത്യാവശ്യം വീട്ടിലെ പരിപാടിയും ഈ കൃഷിപ്പണിയെല്ലാം നോക്കി നടത്തുന്നു. താങ്കളുടെ കാർഷിക വൃത്തിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇത്രയും നേരം കിസാൻ വാണി ശ്രോതാക്കളുമായി കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഉടുമ്പൻചോല മേലെ ചെമ്മണ്ണാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ എൽദോസ് വെട്ടിക്കുഴിയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. കിസാൻ വാണി സമാപിക്കുന്നു.